ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു കീമ സമൂസയാണ്. ഞാനിപ്പോൾ ബീഫിലാണിത് ചെയ്തിട്ടുള്ളത്. നമുക്ക് മട്ടനിലും ചിക്കനിലും ഒക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ വെറൈറ്റി ആയിട്ടുള്ള ബീഫ് കീമ സമൂസ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സമൂസ തയ്യാറാക്കാനായിട്ട് ഞാൻ മിക്സ്ഡ് ബീഫാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ മിക്സിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതാണിത്. ഏകദേശം ഒരു 200 ഗ്രാം വരും. ഇനി നമുക്ക് ഈ ബീഫ് വെച്ചിട്ട് ഒരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി നമുക്ക് ഒരു പാൻ ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. മിക്സ്ഡ് ബീഫ് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാനും കിട്ടും. ഒന്നുകിൽ അത് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ബീഫ് വാങ്ങിച്ച് നമുക്ക് മിക്സിയിൽ ഇതുപോലെ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു മിക്സറിൽ ചെയ്തെടുക്കാം. ഈ ഓയിലിൽ നമുക്ക് ഈ ബീഫ് ഒന്ന് വഴറ്റി കൊടുക്കാം. ബീഫിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി മുറിച്ചെടുത്തത്, ഒരു 2 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർക്കാം. അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഈ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് വേവിച്ചെടുക്കണം. ഇത് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് മിക്സ്ഡ് ബീഫ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇത് പെട്ടെന്ന് വേവുന്ന ബീഫാണ്, അതുകൊണ്ട് എനിക്ക് ഇതുപോലെ തന്നെ മൂടി വെച്ച് വേവിച്ചാൽ മതി. അല്ലെങ്കിൽ കൂടുതൽ വേവുള്ള ബീഫാണെങ്കിൽ കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിൽ വെള്ളം കൂടെ ഒന്ന് വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വരണം. ഈ ടൈമിൽ നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/4 കപ്പോളം മല്ലിയില ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് കീമ മസാല ഇവിടെ റെഡിയായി. ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് സമൂസ തയ്യാറാക്കിയെടുക്കാം. ഞാൻ സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഫ് കീമയും റെഡിയാണ്. ബീഫ് കീമ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് സമൂസ തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്കൊരു സമൂസ ലീഫ് എടുക്കാം. എന്നിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. പിന്നെ വീണ്ടും അത് ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് മടക്കി കൊടുക്കുക. അപ്പം നമുക്കൊരു പോക്കറ്റ് പോലെ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് കവർ ചെയ്യുന്ന രീതിയിൽ മടക്കി കൊടുക്കണം. വീണ്ടും മടക്കാം. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ഭാഗം കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക്
ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മൈദയും 1/2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടും ഓയിലൊന്നും ഉള്ളിലേക്ക് കയറില്ല. നമുക്ക് ഉള്ളിലേക്കായിട്ടൊന്ന് മടക്കി കൊടുക്കാം. പുറത്തേക്ക് മടക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്കൊന്ന് മടക്കി കൊടുത്താൽ ഒന്നും കൂടെ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് ഇതുപോലെ മടക്കുക, പിന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കുക. അപ്പോൾ നമുക്കൊരു പോക്കറ്റ് പോലെ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കാം. ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. ഇതുപോലെ വീണ്ടും ഒന്നുകിൽ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്കിത് മടക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്തായിട്ട് തന്നെ ഈ പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. ഞാൻ 2 രീതിയിലും ചെയ്യാറുണ്ട്. അത് ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഓരോ സമൂസ വീതമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാരണം ഞാൻ അല്പം ഓയിൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ ഓയിൽ വെറുതെ വേസ്റ്റായി പോകും. അപ്പോൾ നമുക്ക് ഓരോരോ സമൂസ ആയിട്ടിട്ട് വറുത്ത് പോരാം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വറുക്കാം. നമ്മുടെ ബീഫ് കീമ സമോസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വെറൈറ്റി ആയിട്ടുള്ള സമോസ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.